നമ്മളിൽ എത്ര പേർ ഒരിക്കലെങ്കിലും ഇത് പ്രണയമാണോ അല്ലെങ്കിൽ വെറും സൗഹൃദമാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ കുഴഞ്ഞു നിന്നിട്ടുണ്ടാവും. അങ്ങനൊരു ചോദ്യത്തിന് ഒരു നോവൽ രൂപത്തിൽ ഉത്തരം പറഞ്ഞ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബഷീറിൻ്റെ ബാല്യകാലസഖി എന്ന മനോഹരമായ നോവലിനെ കുറിച്ചാണ്. ബഷീർ അദ്ദേഹം വെറും എഴുത്തുകാരനല്ല, അദ്ദേഹം ജീവിതം എഴുതി സാധാരണ മനുഷ്യരുടെ സാധാരണ വികാരങ്ങളെ അസാധാരണമായി പറഞ്ഞ എഴുത്തുകാരൻ. ബാല്യകാലസഖി അത് വെറും പ്രണയകഥയല്ല, അത് ജീവിതത്തിൻ്റെ നിസ്സഹായതയാണ്. ഈ നോവൽ പറയുന്നത് മജീദും സുഹറയും എന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ്. ബാല്യകാല സൗഹൃദം അത് പതിയെ പ്രണയത്തിലേക്ക് വളരുന്നു. പക്ഷേ ഇതൊരു സിനിമാ പ്രണയമല്ല. ഇവിടെ ദാരിദ്ര്യമുണ്ട്, ആശയക്കുഴപ്പമുണ്ട്, ഈഗോ ഉണ്ട്, സമൂഹത്തിൻ്റെ സമ്മർദ്ദം ഉണ്ട്. പ്രണയം ഉണ്ടെങ്കിലും പ്രണയം പറഞ്ഞ് തീരാത്ത അവസ്ഥ. മജീദ് അവനൊരു ഹീറോ അല്ല, അവൻ ദുർബലനാണ്, ആശയക്കുഴപ്പമുള്ളവനാണ്, ജീവിതത്തെ പേടിക്കുന്നവനാണ്. അവൻ സുഹറയെ സ്നേഹിക്കുന്നു, പക്ഷേ അത് പറയാൻ അവന് ധൈര്യമില്ല. ഇതാണ് ബഷീറിൻ്റെ പ്രത്യേകത. പെർഫെക്റ്റ് കഥാപാത്രങ്ങളല്ല, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. സുഹറ നിശബ്ദമായ ഒരു കഥാപാത്രം. അവൾ സ്നേഹിക്കുന്നു, കാത്തിരിക്കുന്നു, സഹിക്കുന്നു. പക്ഷേ അവളുടെ ജീവിതം അവളുടെ കൈകളിൽ അല്ല. ഇവിടെ ബഷീർ സ്ത്രീയുടെ നിസ്സഹായതയും സമൂഹത്തിൻ്റെ കഠിനതയും നമുക്ക് മുന്നിൽ വയ്ക്കുന്നു. ബാല്യകാലസഖി നമ്മോട് പറയുന്നത് പ്രണയം മതി, പക്ഷേ ധൈര്യമില്ലെങ്കിൽ അത് നഷ്ടമാകും. സമയം കാത്തിരിക്കില്ല. പറയാതെ പോയ ഒരു വാക്ക് ജീവിതം മുഴുവൻ ഒരു വേദനയായി മാറും. ചില ബന്ധങ്ങൾ തകരുന്നത് വൈരാഗ്യം കൊണ്ടല്ല, മൗനം കൊണ്ടാണ്. ബഷീറിൻ്റെ ബാല്യകാലസഖി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ്: നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മളത് പറയുന്നുണ്ടോ? ഇന്ന് ഈ നോവൽ വായിക്കുമ്പോൾ നമ്മൾ മജീദിനെ കുറ്റപ്പെടുത്തും, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളും ഒരു മജീദായിട്ടില്ലേ? അതുകൊണ്ടാണ് ബാല്യകാലസഖി ഇന്നും ജീവിക്കുന്ന ഒരു നോവലായി മാറിയത്. നന്ദി.